പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും പാതിരക്കരുടെ ക്ലാസ്സിൽ എത്തുകയാണ്. ഇവിടെ തന്നെ പെട്ടെന്ന് തന്നെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലിക്കറും ബിയറും കാര്യങ്ങളൊന്നുമില്ല, ഇവിടുത്തെ ഫുഡാണ്. നല്ല ഇഷ്ടമാണ്. അത് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് ആകർഷിച്ച് വരുത്തിയത്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഞാൻ പിന്നെയും ഞാനല്ല, ഞങ്ങൾ ഇവിടെ വരാൻ കാരണം എന്താണ് ഗൈസ്? അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പ്ലാസ എന്ന് പറഞ്ഞാൽ ബിയർ ആൻഡ് വൈൻ ഓൺലിയാണ്. അതുകൊണ്ട് ലിക്കർ ഒന്നും നമുക്ക് ഇവിടെ കിട്ടൂല. അപ്പോൾ നമ്മൾ ഇന്ന് കിട്ടുന്നത് കുറെ കാലം മുമ്പ് ട്രൈ ചെയ്ത കമ്പനിക്കാർ ഉണ്ടെങ്കിൽ അവയായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് വീഡിയോ കാണുക. സ്റ്റേ ട്യൂൺഡ്. ഏത് സാധനം വേണം ഇന്നത്തെ നമ്മുടെ കമ്പനിക്കാരും? ഏത്? അൾട്രാമാക്സ്. ചേട്ടാ ഒരു മിനിറ്റ്, ചേട്ടാ അൾട്രാമാക്സ് ഇരിപ്പുണ്ടോ? അൾട്രാമാക്സ് അല്ലേ? അത് കഴിഞ്ഞ നമ്മൾ എടുത്താണ്, അത് എടുത്താണ്. വേറെ ഏതാ ഉള്ളത് ചേട്ടാ? എനിക്കും പിന്നെ എനിക്കുണ്ട്, പിന്നെ ബ്രിട്ടീഷ് പിന്നെ ഉള്ളത് സ്റ്റോം. അല്ലല്ല, ബുള്ളറ്റ് ഇരിപ്പുണ്ടാവും ഉണ്ടല്ലോ. അത് മതിയാവും. ഓക്കെ, ഒരു 3 ബുള്ളറ്റ് ഇങ്ങോട്ട് നല്ല തണുത്ത് വരണം. അത് 2 കൊണ്ടുവരാം. അത് 2 കൊണ്ടുവരാം, കുഴപ്പമില്ല. അത് മതി, അത് മതി. ചേട്ടാ അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ വീട്ടിൽ കക്കാച്ചിയും അതുപോലെ ബീഫ് ഫ്രൈ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെന്ന് നമ്മുടെ ചേട്ടനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കമ്പനിക്കാർ എത്തി കഴിഞ്ഞു. ചോദിച്ചിട്ടുണ്ട് ബീഫിന്റെ ഏതാ? കക്ക ഫ്രൈ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എഗ് ചില്ലി ഫ്രൈ വേണോ? കുറെ നാളായില്ലേ? ഒരു എഗ് ചില്ലി ഫ്രൈ കൊടുത്തോട്ടോ. ഓപ്പൺ ചെയ്തു. കക്ക ഫ്രൈ ഒരു എഗ് ചില്ലി ഫ്രൈ. നമ്മുടെ കമ്പനിക്കാർ ബുള്ളറ്റ്, നമ്മുടെ ചാനൽ ബുള്ളറ്റിന്റെ മറ്റൊരു വീഡിയോ കിടപ്പുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഗായ്സ്. എന്നെയും ഡ്രങ്കൻ ജീനെയും ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള ബിയറുകൾ ഒന്നാണിത്, അല്ലേ ഡ്രങ്കൻ? ഓക്കെ, ഡ്രങ്കൻ ജി കപ്പലിന്റെ വാരി തന്നെയാണോ? മിച്ചർ മാത്രമല്ല. ഓക്കെ, സോ ഡ്രങ്കൻ ജി നമുക്ക് നമ്മുടെ പരിപാടിയിൽ കിടന്നല്ലോ. യെസ്, ചിരി കണ്ടോ? എന്റെ പ്രത്യേകത എന്താ? ബുള്ളറ്റ് പോണ പോലെ. ബുള്ളറ്റ് പോണവരാണ് ആര്? താങ്കൾ കഴിഞ്ഞ ദിവസം ബുള്ളറ്റ് പോണ പോലെ കാണിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സും കണ്ടതാണ്. നമ്മുടെ ട്രേഡ് മാർക്കായിട്ടുള്ള കൊതിയൂറും കപ്പ, സോറി കക്കാച്ചി ഡ്രങ്കർജി കണ്ടപ്പോഴേ എടുത്ത് പൊണ്ണു. എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെ? അതെ, കഴിക്കണമല്ല, കഴിച്ച് തീർക്കണം. ഒരുപാട് ഫുഡ് ബ്ലോഗ്സ് നമുക്കറിയാം. അവരെല്ലാരും പറയും അടിപൊളി ഫുഡാണ്, ക്യൂട്ട് ഫുഡാണ്, കൊതിയുള്ള ഫുഡാണ്. ബട്ട് ഞാൻ ഇവിടെ പറഞ്ഞു ഇത് നല്ലൊരു ഫുഡ് തന്നെയാണ്. ബട്ട് നിങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ വന്ന് കഴിക്കണം, എന്നാൽ മാത്രമേ അതിന്റെ ഒറിജിനാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവൂ. ഞാനും ഡ്രങ്കൻജിയും കഴിച്ചു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. മദ്യപാനി ഇതുവരെ കഴിച്ചില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. ഇപ്പൊ തന്നെ കൊതിയായിട്ട് വയ്ക്കാം, അല്ലേ ഡ്രങ്കൻജി? ബിയർ ഇരിക്കുന്നു, അതിനേക്കാളും കൊതിയായിട്ട് ഇവിടുത്തെ ഫുഡ്. അപ്പൊ ഗായ്സ്, നമ്മുടെ സെക്കൻഡ് സൈഡ് ഡിഷ് എത്തി കഴിഞ്ഞു. തനി നാടൻ ഭാഷയും പറഞ്ഞു. ലോക്കൽ ബാറിൽ ഇരിക്കുമ്പോൾ ലോക്കലായിട്ടല്ലേ പറയാൻ പാടുള്ളൂ. അതെ, മുട്ട വറുത്തെന്ന് പറയും, അത്രേ ഉള്ളൂ. അതെ, നമ്മൾ ഇതിലേക്ക് മുട്ട വറുത്തല്ലേ മുട്ട കസിക്കിയത് എന്നൊക്കെ പറയും. അപ്പോൾ എന്തു ആയിക്കോട്ടെ, നല്ല മുട്ട ചിക്കിയത്, അല്ല എഗ് ചില്ലി അല്ലോ. ഓക്കെ, ഇന്നത്തെ ടച്ചിങ്സ് ആണ് കാണിച്ചത്. കുറെ നാൾക്ക് ശേഷമാണ് മുട്ടയെ പിടിച്ചിരിക്കുന്നത്, അല്ലേടോ? ഇനി മുട്ട കഴിച്ചിട്ട് കുരു ഒന്നും ഞാൻ പറയുമല്ലോ, പരീക്ഷിക്കണം. ആയിക്കോട്ടെ, അല്ല നമ്മുടെ ഈ പരീക്ഷണം നടത്തണ്ടേ? ഈ രാത്രിയിലെ ഞങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത ആളാണ്.
ആ തേങ്ങാ കൊത്തൊക്കെ കൊണ്ട് പിടി പിടിച്ചാലുണ്ടല്ലോ മോനെ. എങ്ങനെയുണ്ട്? ഈ കണ്ടിരിക്കുന്ന എനിക്ക് തന്നെ സഹിക്കുന്നില്ല. ബീഫ് ഇല്ലാതെ പോയതൊരു അടിയായിപ്പോയില്ലേ. ബീഫിനെ അടുത്ത ദിവസം പോയി. റങ്കഡ്ജി, അന്യായ പോളിംഗ് ആണല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടാ ഒരു സെക്കൻഡ്. ചേട്ടാ ഒരു കക്കയും കൂടെ വേണം. കാരണം ഇങ്ങനെ ഇവിടുത്തെ ഫുഡ് മുഴുവൻ അടിച്ചു തീർക്കണം. ഒരു കക്ക കൂടെ. മദ്യപാനെ തോൽപ്പിക്കാനാവില്ല മോനെ. അത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ മേടിക്കുന്ന കക്കയെ തനിക്ക് തരത്തില്ല. ആ 50-50 എന്നിട്ട് താനാണല്ലോ അത് മുഴുവൻ കഴിച്ചു തീർത്തത്. ഓഹോ, താൻ ആള് കൊള്ളാലോ. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം മതിയാണോ? ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് അതിൻ്റെ ടച്ചിങ്സ് ആയിട്ട് ബിയർ അല്ലേ? കൊള്ളാം മോനെ. താൻ നിർത്തുള്ളൂ. ഇടക്കൊക്കെ ഒന്ന് ബിയർ കുടിക്കണോ? ഒരു വലിയ ചതിവ് പറ്റി. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം തീർന്നു. പുറത്ത് നല്ല റഷാണ്. ഇന്ന് ഒരുപാട് പിള്ളേരായിട്ട് വന്നതാണ്. കക്കയും തീർന്നു, ബീഫും തീർന്നു, എല്ലാം തീർന്നു. ഈ ആർക്കൂടെ പിന്നെ ആക്ച്വലി അത് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒറ്റ കാരണമാണ് ഈ സംഭവിച്ചതല്ല. പിന്നെ മുന്നേ എന്തായാലും സാരല്ലോ. ഒരിക്കലും മദ്യപാൻ തോൽക്കില്ല. അതാണ് ഇനി മദ്യപാൻ അടിക്കണം. അത് ചെറിയ കോപ്പാണ്. ഒഴിച്ച് കൂടി പുല്ലി പോ. അതും തീർക്കില്ല. ഇല്ല പിന്നെ അപ്പൊ അടുത്ത ബിയറാ. കഴിക്കാം. ആദ്യം വന്നതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ചെയ്യും. സ്റ്റോപ്പ്. അത് വേസ്റ്റ് ഗ്ലാസ് അല്ലേ? ഒരു ഗ്ലാസ് അല്ല, ഇത് എന്റെ ബിയറാ. ഒരു മിനിറ്റ്. മതി. എന്തേ ഫോമായ മൂടായല്ലേ? ചെറുതായി. The last years of the night, guys. Okay. So guys, ഈ രാത്രിയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നു. സോ പുതിയൊരു ബ്രാൻഡുമായി നമ്മൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ cheers guys.